നമസ്കാരം. മാർഷൽ ആർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ആക്യുറസി, രണ്ട് സ്പീഡ്. ഇത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ഒരു അഭ്യാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യവും. അതുപോലെ തന്നെ അതിലൂടെ മാത്രമാണ് അവന് മാർഷൽ ആർട്ട് മുന്നോട്ടും പോകാനുള്ളൊരു സാധ്യത പോലും ഉള്ളൂ. ഇത് എങ്ങനെയാണ്, എന്തിനാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം. എന്ന് വെച്ചാൽ, ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാതോ കയറിയൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെ തന്നെ കൃത്യമായാണ് ആഘാതം ഏൽപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ജോലി കുറഞ്ഞിരിക്കും. രണ്ട് പ്രശ്നങ്ങളുണ്ട്. ആഘാതം കൂടിപ്പോയാൽ ആൾ മരിക്കും, നമ്മൾ അകത്താവും. ഒന്ന്. രണ്ട്, ആക്യുറേറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൃത്യം അളവിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം, മറ്റേ ആൾക്ക് അപകടം ഉണ്ടാവത്തുമില്ല. ഇതാണ് ശരിക്കുള്ള ലക്ഷ്യം. നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഈ ആക്യുറസിയും സ്പീഡും കൺട്രോൾഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആക്യുറേറ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മർമ്മ പോയിന്റുകളൊക്കെ ഇല്ലേ, മർമ്മ പോയിന്റുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരാൾക്കിട്ട് നമ്മൾ ഇന്ന മർമ്മ പോയിന്റിലേക്ക് ഇടിക്കാനായിരിക്കും പല ഗുരുക്കന്മാരും പറയുന്നത്. അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ത്രിശങ്ക് പുഷ്പം എന്ന് പറയുന്ന ആ മർമ്മത്തിലേക്ക് ഇടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മൂവ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല. നീ മറിച്ച് അങ്ങനല്ല വരുന്നത്. നമ്മൾ തട്ടി വരുന്ന സമയത്ത് ഏത് ഭാഗമാണോ നമ്മുടെ മുന്നിൽ വരുന്നത്, നമ്മളിപ്പോൾ ഈ ക്യാമറയൊക്കെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യില്ലേ, അപ്പോൾ ആദ്യം നമുക്കൊരു വൈഡ് റേഞ്ച് സാധനമായിരിക്കും കിട്ടുന്നത്. അതിൽ കൊണ്ടുവന്ന് ചെറുതാക്കി ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരില്ലേ, അതേ ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈഡ് റേഞ്ചിൽ നിന്ന് വളരെ ക്ലോസ് ഷോട്ട് എടുക്കുന്ന മാതിരി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒരു സെക്കൻഡ് നടക്കണം. ഒരടി നടക്കുന്ന സമയത്ത് ടക്കെന്ന് ക്ലോസ് ചെയ്തു പോയിന്റിലേക്ക് കൊണ്ടുവന്നു. ആ കിട്ടിയത് ഏത് ഭാഗമാണോ അവിടെ ഏത് മർമ്മമുണ്ടെന്ന് അറിയാതിരിക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ പലരും പഠിപ്പിക്കണം എങ്ങനെയാണ്, ഇന്നിടത്തോട്ട് ഇടിക്കുക, അല്ലെ പെട്ടെന്ന് അവിടെ കയറി ചവിട്ടെന്നൊക്കെ പറഞ്ഞു കളയും. അതൊന്നും നടപ്പിലുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുക. സാഹചര്യത്തിനനുസരിച്ച് ഏത് ഭാഗമാണോ എക്സ്പോസ് ചെയ്ത് വരുന്നത് ആ ഭാഗത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണോ അവിടെ ആഘാതം ഏൽപ്പിക്കുന്ന മുദ്രകളോടുകൂടി ചുവടുകളോടുകൂടി കൃത്യമായി ചെയ്യുന്നതിനെയാണ് മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ മർമ്മത്തിലേക്ക് എത്താൻ എന്താണ് വേണ്ടത്? കളരിയുടെ അടിസ്ഥാന പാഠങ്ങൾ മുതൽ അങ്ങോട്ട് വന്നാൽ മാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിശ്വസിക്കണമെന്നേ ഇല്ല. ഞാൻ ഈ പറയണത് സത്യമാണെങ്കിൽ അത് എന്ത് യുക്തിയാണെങ്കിലും വിശ്വസിച്ചേ പറ്റുള്ളൂ. അതാണ് നമ്മളിനകത്ത് പറയണത്. പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നേരെ വീഡിയോയിലേക്ക്. മനുഷ്യൻ്റെ ബോഡിയിൽ റിഫ്ലെക്സുകളുണ്ട്, റിഫ്ലെക്സ് ആക്ഷനുകൾ. അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാളെങ്കിൽ തൊടാൻ ചെന്നാലോ എന്താണെന്ന് ചോദിച്ച് പുറകോട്ട് വലിയില്ലേ, ഇങ്ങനെയുള്ള റിഫ്ലെക്സുകളുണ്ട്. ഇത് സാധാരണ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ ഈ പഠിക്കുന്ന അല്ലെ ഒരു അഭ്യാസിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം. ഇപ്പോൾ റിഫ്ലെക്സുകൾ വളരെ ഫാസ്റ്റ് ആക്കാനും ആക്യുറേറ്റ് ആക്കാനുമാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഒരടി വരുമ്പോൾ നമ്മൾ തട്ടി, ഈ തട്ടിയിട്ട് നമ്മൾ ഇടിക്കാൻ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടോ, ഇതിൻ്റെ പേരാണ് റിഫ്ലെക്സ്. അപ്പോൾ ഞാനിവിടെ ഇടിച്ചാൽ എവിടെയേക്കാം, അപ്പോൾ ഇവിടെ ഒരു മർമ്മം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മർമ്മത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവുമോ? ഒരിക്കലും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇനി മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അഭ്യാസത്തിൽ പഠിക്കുന്നതും പഠിക്കാത്തതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരാളെ അടിക്കുന്ന ആൾ തട്ടിയിട്ട് കയറി ചെല്ലുമ്പോൾ മറ്റേ ആൾക്ക് ഒഴിവ് അറിയാമെങ്കിൽ എന്താ സംഭവിക്കാമെന്നാണ് നോക്കാം. ഇപ്പോൾ ഒരു അടി വരും, നമ്മൾ തട്ടി കണ്ടോ, ഞാൻ കയറി പഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മാറി നോക്കണുണ്ടോ? ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്താൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കയറാൻ പറ്റില്ല. ഞാൻ ഒന്നുകൂടെ കാണിച്ചു അടിച്ച്. ക്ലിയർ ആയോ? ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കണം. അതായത് ഇപ്പോൾ അടിക്കുന്നു, ഞാൻ തട്ടുന്നു, അങ്ങോട്ട് കയറി മാറുന്നുണ്ടോ, ഇവിടെ ഈ ഏരിയകളെല്ലാം ഓപ്പണാണ്. മനസ്സിലായോ? ഈ ഏരിയകളെല്ലാം ഓപ്പണാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രയോഗം ഇങ്ങനെ ചെയ്യുന്നു എങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട മർമ്മ പോയിന്റ് ആണെങ്കിൽ അത് ആഘാതമായി മാറും. ക്ലിയർ? മനസ്സിലായോ? ഒന്നുകൂടെ. അതായത് ഇവിടെ നടിക്കുന്നു, നമ്മൾ തട്ടുന്നു, കയറി പഞ്ച് ചെയ്യുമ്പോൾ ആൾ മാറുമ്പോൾ കണ്ട കൃത്യം ആ പോയിന്റ് കിട്ടുമെങ്കിൽ അങ്ങനെയാണ് മർമ്മം പ്രയോഗിക്കേണ്ടത്, സാഹചര്യം അനുസരിച്ച്. അതെങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അടി അടിക്കുന്നു, നമ്മൾ തട്ടുന്നുണ്ട്, ഈ തട്ടുമ്പോൾ ഫേസ് ലെവലിൽ ഒരു പഞ്ചാണ് ചെയ്യണത്. ഓക്കെ, ആൾ തല പുറകോട്ട് വലിച്ചു, അപ്പോൾ പഞ്ച് കൊള്ളുമില്ല. പക്ഷെ അവിടെ ഓപ്പൺ ആവുന്നൊരു ഭാഗം ഉണ്ട് കേട്ടോ, ആ ഓപ്പൺ ആവുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം, നമ്മൾ അറ്റാക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ഇങ്ങനെ ബുദ്ധിപരമായി ഓരോ ശിഷ്യന്മാരും പഠിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് വരുന്ന സാഹചര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും എതിരാളിക്ക് എപ്പോഴും എങ്ങനെയുണ്ട്, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
അങ്ങനെ വന്നാൽ തന്നെ അതെന്ത് ചെയ്യണമെന്ന് ചേരുമ്പോഴാണ് അഭ്യാസമായിട്ട് മാറുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരടവ് എന്ന് പറയുമ്പോൾ അത് തുടർച്ചയായിട്ടുള്ള കുറച്ചേറെ കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു അടി അടിക്കുന്നു, നമ്മൾ തട്ടുന്നു, കയറി പഞ്ചിന്ന് മാറും, നമ്മളൊന്ന് വീണ്ടും തട്ടുന്നുണ്ടോ, അടുത്ത് എന്താ ചെയ്യുക കണ്ടോ, ഇവിടെ വരുമ്പോൾ എൻ്റെ കാല് വെച്ച് കണ്ടോ, നമ്മൾ സ്റ്റാൻസിലാണ് നിൽക്കുന്നത് കൃത്യമായിട്ട്. ഈ കാല് എന്ത് ചെയ്യണം, ഇവിടെ ഉപയോഗിക്കണം കണ്ടോ. അപ്പോൾ ആളെ എങ്ങോട്ട് വരും, അങ്ങോട്ട് മുന്നോട്ട് മൂവ് ചെയ്യണ്ടോ, നമുക്ക് പിടിക്കാണ്ടോ, ഇവിടെ നേരെ അടിക്കാണ്ടോ ഉണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് അഭ്യാസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ആദ്യമൊക്കെ ഇപ്പം നമ്മൾ ചെയ്തത് പ്രാക്ടിക്കലി അങ്ങ് ചെയ്ത് വരുന്നുണ്ടോ ബാക്കിയായിട്ട് നമ്മൾ ചെയ്യണത്. പക്ഷെങ്കിൽ കൃത്യമായി വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് ഒരു അടി അടിക്കുന്നു, നമ്മൾ തട്ടുന്നുണ്ടോ, കയറുന്നു കണ്ടോ, ഇവിടെ വന്നു, ഞാൻ ഇങ്ങനെ അടിച്ച് ഇവിടെ തട്ടിയുണ്ടോ, ഇവിടെ തിരിഞ്ഞു വരുന്നുണ്ടോ, ഇവിടെ ഒരെണ്ണം കൊടുക്കുന്നു. ഈ കൊടുക്കലിൽ എന്ത് ചെയ്യാം, ഇയാൾക്ക് അങ്ങോട്ട് ചുവട് വെച്ചാൽ മാറാൻ പറ്റും പുറകോട്ട് കണ്ടോ. അവിടെ എന്ത് ചെയ്ത് ഒഴിവായി, അവിടെ നിന്ന് കയറി പഞ്ച് ചെയ്യാം. ആ പഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ കിക്ക് ചെയ്യുന്നതുമായിട്ട് വ്യത്യാസം നോക്കി, കറക്റ്റ് പഞ്ച് നിൽക്കുന്ന വിഷയം കണ്ടോ. അപ്പോൾ ഇവിടെ ഇത് നിപ്പുണ്ട്. അപ്പോൾ ഈ കാല് ഇവിടെ നിന്ന് എടുത്താൽ, ഈ കിക്ക് കിട്ടിയാൽ ആൾ ധരിക്കും. ഈ കാല് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ നിന്ന് വീണ്ടും കയറി കിക്ക് ചെയ്തിട്ട് ആ കിക്കിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് അടിക്കാനും പറ്റും. ക്ലിയർ ആകുന്നുണ്ടോ? ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സംവിധാനങ്ങളെയാണ് ഞാൻ ഫൈറ്റിംഗ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ.